അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചേരുന്നു നമുക്കൊപ്പം. അദ്ദേഹം നാവാമുകുന്ദനെ വന്ദിച്ച് നിള ആരതിയും തൊഴുത് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നമുക്ക് സ്വർണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ. തീർച്ചയായിട്ടും ഒരു വലിയ ദിവ്യ അനുഭൂതിയാണ് നവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപമുള്ള നിള ആരതി കണ്ടതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടത്. പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ സംഘാടകരുടെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് 500,000 ചില ആളുകൾ പറയുന്നു, ചില ആളുകൾ 200,000 പറയുന്നു. എന്തായാലും നിൽക്കാൻ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, പൂഴിയിടാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് പോലെ പൂഴിയിടാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആബാലവൃദ്ധം ജനങ്ങൾ. ഞാനതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, ഏറ്റവും കൂടുതൽ സന്തോഷകരമായത് യുവാക്കൾ, യുവതികൾ അവരൊന്നടങ്കം നിള ആരതിയുടെ മുമ്പിൽ ഭക്തിസാന്ദ്രമായിട്ട് അങ്ങനെ ശിവനെ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. കേരളം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലഹരി വല്ലാതെ അടിമപ്പെട്ട് നിൽക്കുന്ന, ലഹരിയിൽ അടിമപ്പെട്ട് നിൽക്കുന്ന കേരളം. ആ കേരളത്തിൽ ഹിന്ദു ശക്തിയെ, ഹിന്ദു തത്വശാസ്ത്രത്തെ, ഹിന്ദു ഭക്തിയെ, ഹിന്ദു മതത്തെ എല്ലാം തകർക്കാൻ എല്ലാ അർത്ഥതലങ്ങളിലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് നിരീശ്വരവാദം, മറുഭാഗത്ത് ഭൗതികവാദം, വേറൊരു ഭാഗത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനം ചാനൽ ഒഴിച്ച് മറ്റൊരു ചാനലിനെയും ഞാൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് നവാമുകുന്ദ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ ഭാരതപ്പുഴയിൽ നടക്കുന്ന ഈ ബ്രഹ്മാവിൻ്റെ ആ പുണ്യപാദസ്പർശം കൊണ്ട് എല്ലാ അർത്ഥതലങ്ങളിലും പുണ്യമായിട്ടുള്ള ആ നിളയുടെ തീരത്ത്, ഈ നവാമുകുന്ദൻ്റെ തീരത്ത് നടക്കുന്ന ഈ മഹത്തായ ഈ ആരതി, നിള ആരതി, കുംഭമേളയുടെ ദക്ഷിണ പർവ്വത്തിലെ കുംഭമേളയുടെ നിള ആരതി പൊതുസമൂഹത്തെ, കേരളത്തിലെ പൊതുസമൂഹത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജനം ചാനലിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ, എൻ്റെ ഹൃദയപൂർവ്വമുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വേറൊരു ചാനലിനെ ഞാൻ കണ്ടില്ല. അവരാരും വരണ്ടാന്നേ. അവർക്കൊക്കെ വലിയ 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 മതേതരത്വത്തിൻ്റെ പിന്നാലെയാണ്. മതം എന്ന് പറയുന്ന ആളുകളുടെ കൂടെയാണ്. സാരമില്ല. അപ്പോൾ നമുക്ക് ആ വിഷയമൊന്നും ഇനിയിപ്പോൾ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയേറെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ജനനിബിഡമായി മാറിയിരിക്കുകയാണ് തിരുനാവായ. എന്തായാലും ഒരു കാര്യമുണ്ട്, ആ തിരുനാവായയിൽ വന്നിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിലെല്ലാം ഈ ശബരിമല വിഷയത്തിലെ ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുണ്ട്. ഈ ഉത്കണ്ഠ, ഞാൻ വഞ്ചിയിൽ പോകുന്ന സമയത്ത് ഞാൻ പല ആളുകളും ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പറയാണ്, സർ ഈ ശബരിമല എന്താ, ഈ ശബരിമലയിൽ പ്രതികളൊക്കെ വിട്ടുപോവുകയാണല്ലോ, ഈ പിണറായി സർക്കാർ പ്രതികളെ മുഴുവനും കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്ന് പോകുന്ന വഴിയിലൊക്കെ ആളുകൾ ചോദിക്കുകയാണ്. നമ്മൾ ഓരോ ആളുകളെ കാണുമ്പോൾ അപ്പം ജനങ്ങൾ ഏറെ ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ശബരിമല കൊള്ളയെ, ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കാണുന്നത്. നേരത്തെ രവിശങ്കറാണെന്ന് തോന്നുന്നു, ഞാനൊരു ചർച്ചയിൽ അദ്ദേഹമായിട്ട് പങ്കെടുത്തിരുന്നു. ഇത് കേവലം ഒരു തേങ്ങാമോഷണ കേസല്ല, വിവിധ സംസ്ഥാനങ്ങൾ താണ്ടിയുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അന്വേഷണം നേരായ വഴിയിൽ തന്നെയാണ്, അത്ര പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ശരിയായ ദിശയിലാണെന്നായിരുന്നു. ഒരു വാചകം കൂടെ പറയാൻ സമ്മതിച്ചില്ല. അത് ഒരു കാരണവശാലും അല്ല. ഇത് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. പക്ഷേ ഇടതുപക്ഷത്തിന് വേണ്ടി ഇപ്പോൾ ഈ രീതിയിൽ സംസാരിക്കാനൊന്നും ആളുകളെ കിട്ടാനില്ല. പക്ഷേ അദ്ദേഹമെങ്കിലും വരുന്നുണ്ടല്ലോ കൃത്യമായി കാര്യങ്ങൾ പറയാൻ. അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നേരായ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ വാസ്തവത്തിൽ മുരാരി ബാബുവിന് ജാമ്യം കിട്ടാൻ പാടില്ല. ഇത് നേരായ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ പാടില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്തിറങ്ങും. 23-ാം തീയതി ഒക്ടോബർ 23-ന് അറസ്റ്റ് ചെയ്ത മനുഷ്യനാണ് വെളിയിൽ ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ബൈജുവിൻ്റെയും എല്ലാ ദിവസങ്ങളാണ്. അവരും വെളിയിൽ പോകും. നമ്മളെല്ലാവരും ക്രിമിനൽ കേസ് നടത്തുന്ന ആളുകളാണ്. ഞാൻ ക്രിമിനൽ കേസ് നടത്തുന്ന ഒരു വക്കീലാണ്. സാധാരണ നമുക്ക് ഈ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചാർജ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്?
വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ 90 ഡേയ്സിനുള്ളിൽ തന്നെ ചാർജ് കൊടുക്കുന്നത് അവർക്കൊരു കാരണവശാലും പഴുതുണ്ടാക്കാൻ സമയം കൊടുക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ജാമ്യം കൊടുക്കുമ്പോൾ ഇപ്പം നമ്മളൊരു മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ ഒരു റെഗുലർ ബെയിലോ നമ്മൾ ബഹുമാനപ്പെട്ട കോടതികളിൽ കൊടുക്കുന്ന സമയത്ത് ആ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രധാനപ്പെട്ട മുൻകൂർ ജാമ്യം തള്ളിയാൽ അല്ലെങ്കിൽ റെഗുലർ ബെയിൽ തള്ളിയാൽ ബഹുമാനപ്പെട്ട കോടതികൾ എഴുതി വെക്കുന്ന ആദ്യത്തെ വരി എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹവും വക്കീലാണ്, അദ്ദേഹത്തിനും അറിയാം. അവരാദ്യം എഴുതി വെക്കുന്നത് ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ ഈ കേസിൽ സാക്ഷികളെ കണ്ടെത്താനും ആ സാക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനും സാഹചര്യമുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇതാണ് സാധാരണ ഏത് കോടതിയും പറയുന്നത്. അപ്പോൾ ഇവിടെ കോടതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ IPC ബന്ധപ്പെട്ട് സിവിൽ പ്രൊസീജിയർ കോഡുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ പുതിയ കോഡുമായി ബന്ധപ്പെട്ട് എല്ലാം നിയമസംഹിതയിൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ ചാർജ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ജാമ്യം എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് ആ ജാമ്യം കിട്ടുന്നത്. 90 ദിവസത്തിനുള്ളിൽ ഇത് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത്ര പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിൽ ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള SIT ഇത്ര പ്രമാദമായി അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്നില്ല? നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കഴിഞ്ഞ 3 മാസമായിട്ട്, ഒക്ടോബർ നവംബർ ഡിസംബർ 4 മാസമായിട്ട് കേരളത്തിൽ അതിശക്തമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കട്ടളയുടെ സ്വർണ്ണം എവിടെയാണ്? കട്ടളയുടെ സ്വർണ്ണം അന്വേഷിച്ചോ? പ്രഭാമണ്ഡലത്തിൻ്റെ കൊള്ള, പ്രഭാമണ്ഡലവുമായി ബന്ധപ്പെട്ട സ്വർണ്ണം എവിടെയാണ്? അന്വേഷിച്ചോ? അതിനകത്ത് എന്തെങ്കിലും തുമ്പുണ്ടോ? ബെല്ലാരിയും മറ്റേ ഇവരുമൊക്കെ വളരെ ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ ആളുകളൊക്കെ വളരെ കൂളായിട്ട് ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആകെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു പിടി സ്വർണ്ണം മാത്രമാണ് കണ്ടെത്തിയത്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തൊണ്ടി മുതൽ പോലും കണ്ടെത്താത്ത ഒരു അന്വേഷണം, യഥാർത്ഥ പ്രതികൾ ആര്, ആ പ്രതികളെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു അന്വേഷണം. ആകെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ CPMൻ്റെ പ്രതിനിധി പറയുന്നത് ശബരിമല കൊള്ളയൊക്കെ മാറ്റി വെക്ക്, ബാങ്കിൽ കൊടുത്ത 2.5 കോടിയുടെ അന്വേഷിക്കണമെന്നാണ്. അത് നിങ്ങൾ കേസെടുത്ത് അന്വേഷിക്കാതിരിക്കേ, പരാതി കൊടുക്കാതിരിക്കുക ഒക്കെ ചെയ്തോട്ടെ. നിങ്ങൾ ഈ തന്ത്രിയുടെ മണ്ടയ്ക്ക് കയറാൻ മാത്രം നടന്നിട്ട് കാര്യമില്ല. തന്ത്രിയെ വെച്ച് മന്ത്രിയെ രക്ഷിക്കുകയാണ്, തന്ത്രിയെ വെച്ച് ദേവസ്വം ബോർഡിനെ രക്ഷിക്കുകയാണ്, തന്ത്രിയെ വെച്ച് കുറ്റവാളികളെ രക്ഷിക്കുകയാണ്. നിങ്ങൾ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെന്ന് എന്നോട് കഴിഞ്ഞ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് തന്ത്രി കായംകുളം കൊച്ചുണ്ണിയാണെന്നാണ്. ഞാനതിന് മറുപടിയായിട്ട് പറഞ്ഞു, കായംകുളം 100 കായംകുളം കൊച്ചുണ്ണി ഈസിക്വൽ ടു ഒരു പിണറായി വിജയനാണ്. 100 കായംകുളം കൊച്ചുണ്ണി ഈസിക്വൽ ടു ഒരു പിണറായി വിജയൻ. കായംകുളം കൊച്ചുണ്ണിയുടെ മുത്തച്ഛനാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയൻ വളരെ നന്നായിട്ട് അറിയാം, ഈ കേസ് ഏതെങ്കിലും കാരണവശാൽ കൃത്യമായി അന്വേഷിക്കപ്പെട്ടാൽ, ആ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് പോയാൽ, ആ അന്വേഷണം വസ്തുവകകൾ കണ്ടെടുത്താൽ, ആ അന്വേഷണം മുതലുകൾ കണ്ടെടുത്താൽ പിന്നെ CPM എന്ന് പറയുന്ന സാധനം ഈ കേരളത്തിലില്ല. അതിന് കാരണമുണ്ടല്ലോ. ശബരിമലയും പ്രദീപുള്ള വളരെ ഗൗരവമായ ഒരു കാര്യമുണ്ട്. എന്താ? ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട തീവപ്പ് കേസ്, ആ തീവപ്പ് കേസ് ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരാം എന്നിവിടുത്തെ ഹിന്ദുക്കളെ പറഞ്ഞ് പറ്റിച്ചിട്ട് അധികാരത്തിൽ വന്നവരാണ് CPM. CPM വെറുതെ വന്നതല്ല. CPM അധികാരത്തിൽ വരുന്ന സമയത്ത് ശബരിമല തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അധികാരത്തിൽ വന്നിട്ട് ആ തീവപ്പ് കേസിൻ്റെ റിപ്പോർട്ട് ഇവർ വെളിയിൽ വെച്ചോ? ഇല്ല. അന്നും ഹിന്ദുക്കളെ പറ്റിച്ചു. ഈ നാട്ടിലെ ഹിന്ദുക്കളെ പറ്റിക്കാൻ മാത്രമേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയുള്ളൂ. കാരണം അവരുടെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. അപ്പം ശബരിമല വിഷയത്തിലും ഈ വഞ്ചിക്കലും പറ്റിക്കലും നടക്കുകയാണ്. ശബരിമല വിഷയത്തിലും ഈ വഞ്ചിക്കാനും പറ്റിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ഈ SIT ശക്തമായ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നില്ല? കടകംപള്ളി സുരേന്ദ്രൻ പറയാണ് എനിക്ക് ബന്ധമില്ല. അപ്പോൾ പിന്നെ ബന്ധമില്ല. അടൂർ പ്രകാശം പറയുന്നു എനിക്ക് ബന്ധമില്ല. അപ്പോൾ ബന്ധമില്ല. സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ കൊണ്ടുപോയി? സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര സ്വാധീനവും ഇവിടുത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് പോയാൽ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അടൂർ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് എന്തടിസ്ഥാനത്തിൽ? സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന നിപ്പ് കണ്ടോ നിങ്ങൾ? അതേപോലെ തന്നെയല്ലേ പിണറായി വിജയൻ്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ച് കൃത്യമായി മുമ്പിൽ വെച്ച്
മുൻ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇവന്മാരും ഈ CPM നേതാക്കന്മാരും ശബരിമലയെ കൊള്ള ചെയ്യുമായിരുന്നു. ഇപ്പം ശബരിമലയെ കൊള്ള ചെയ്ത യഥാർത്ഥ പ്രതികൾ ഹിഡൻ അജണ്ടയായി കർട്ടൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ മുമ്പിൽ ഓടിച്ചിരുന്ന കുതിരയെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ മുമ്പിൽ കാണിച്ചിരുന്ന ആയുധത്തെ ശിഖണ്ഡിയെ വെച്ച് യുദ്ധം ചെയ്ത മഹാഭാരതത്തിൻ്റെ ആ യുദ്ധത്തിൽ ശിഖണ്ഡി മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശിഖണ്ഡിയെ വെച്ചിട്ടുള്ള യുദ്ധമാണ്. അപ്പോൾ ശിഖണ്ഡിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പുറത്ത് സോണിയാഗാന്ധിയുടെ അടുത്തും പോയി, ഇപ്പുറത്ത് പിണറായി വിജയൻ്റെ അടുത്തും പോയി, അപ്പുറത്ത് മറ്റേ ഇയാളുടെ അടുത്തും പോയി, അവിടുത്തെ UDF അടൂർ പ്രകാശിൻ്റെ അടുത്തും പോയി, ഇപ്പുറത്ത് CPM നേതാക്കന്മാരുടെ അടുത്തും പോയി. പക്ഷേ ലക്ഷ്യം എന്താ? ലക്ഷ്യം കൊള്ള. എന്തു കൊള്ള? ശബരിമല കൊള്ള. എന്നിട്ടിപ്പോൾ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, UDF LDF. ശബരിമലയുടെ വിഷയത്തിൽ UDF LDF അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. രണ്ടുപേർക്കും ശബരിമലയുടെ വിഷയത്തിൽ യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യണമെന്നും ഈ മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നും ശബരിമല കൊള്ളയിലെ യഥാർത്ഥ സ്വർണം, ഭഗവാന്റെ സ്വർണം, അത് വെളിയിൽ കൊണ്ടുവരണമെന്നും ഇവർക്ക് ആഗ്രഹമില്ല. ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുക. CBI അന്വേഷണം പ്രഖ്യാപിക്കുക. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയ ഇവർ പറഞ്ഞല്ലോ, ഇപ്പം നേരത്തെ മിസ്റ്റർ പ്രദീപ് സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞതിൻ്റെ ക്രക്സ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്ന ഒരു കേസാണ്. അപ്പോൾ എന്തുകൊണ്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ കഴിയുന്നില്ല? ഈ കട്ടള സ്വർണ്ണം എവിടെ? SIT-യിലേക്ക് രണ്ടുപേരെ കൊണ്ടുവന്നത് രണ്ടുപേരും CPM ഫ്രാക്ഷനിലെ പോലീസുകാരാണ്. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ഹൈക്കോടതി കൊണ്ടുവന്നു. ഹൈക്കോടതിക്ക് പറയാം കൊടുക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പാണ്. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. കരുതലോടെ ചെസ്സ് കളിച്ച് പോവാണ്. അതിനകത്ത് ഒരു തന്ത്രിയെ കൊണ്ട് അവിടെ ഇട്ടു. തന്ത്രി വന്നതുകൊണ്ട് ഇനി സംഘപരിവാറോ BJP ഒക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്ത്രിയൊന്നുമില്ല. ശബരിമല കൊള്ളയിൽ ആര് പെട്ടാലും അവനെ ഒക്കെ ഞങ്ങൾ പിടിക്കണമെന്ന് പറയുന്ന ആളാണ്. പക്ഷെ തന്ത്രിയുടെ ഈ വാജിവാഹനം മോഷ്ടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് തന്ത്രി വാജിവാഹനം മോഷ്ടിച്ചു കൊണ്ടുപോയ കായംകുളം കൊച്ചുണ്ണിയാണെന്ന് കഴിഞ്ഞ ചർച്ച പറഞ്ഞ ആളാണ് ഇവിടുത്തെ CPM പ്രതിനിധി. പക്ഷേ ഹൈക്കോടതി പറയുന്നത് എന്താ? വാജിവാഹനം മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല. വാജിവാഹനം നാട്ടുകാരുടെ മുമ്പേ, എല്ലാവരുടെ മുമ്പേ, നാട്ടിലെ ജനങ്ങളുടെ മുമ്പേ നിയമപരമായിട്ട് അതിൻ്റെ തടി അഗ്നിക്ക് ഇരയാക്കിക്കൊണ്ട് അഗ്നിശുദ്ധം നടത്തിക്കൊണ്ട് അനുജ്ഞയോടുകൂടി ആ ലോഹം തന്ത്രിക്ക് കൊടുത്തു. അതെങ്ങനെയാ കക്കുക? അതെങ്ങനെയാ മോഷ്ടിക്കുക? അപ്പൊ തന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രിയെയും കൂട്ടരെയും രക്ഷിക്കാനുള്ള ശ്രമം CPM നടത്തുന്നതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ് ഈ ചാർജ് കൊടുക്കാത്ത മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത്. ഒരാൾ ജാമ്യം കിട്ടി വെളിയിൽ വന്നാൽ, പ്രത്യേകിച്ച് മുരാരി ബാബു വെളി വന്നാൽ അയാൾ ഒരു അന്താരാഷ്ട്ര ക്രിമിനലാണ്. അയാൾ ഈ കേസിൻ്റെ സകല തെളിവും അയാൾ ഇല്ലാതാക്കും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. ഇവിടുത്തെ വലതുപക്ഷത്തിനും ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഇവിടെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. അതുകൊണ്ട് ഇവന്മാരുടെ അന്വേഷണം ഒരു കാര്യവുമില്ല. അതുകൊണ്ട് CBI അന്വേഷണം ഉണ്ടാവണം. വളരെ ബോധപൂർവമായിട്ടാണ് മുരാരി ബാബുവിന് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് BJP-യുടെ സ്റ്റാൻഡ്. വളരെ ക്ലിയർ സ്റ്റാൻഡാണ്.